മൊറോക്കൻ കാട്ടുകുതിര കൊമ്പന്മാരുടെ പാളയത്തിലേക്ക് പടയെടുത്ത് വന്നത് തോറ്റുകൊടുക്കാൻ കഴിയില്ലെന്ന കരളുറപ്പും മനസ്സുറപ്പുമായി തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരന്തരം നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ മുഖത്ത് അപകടം വിതച്ചത് ഈ മൊറോക്കൻ പോരാളി തന്നെയായിരുന്നു. നോഹ സദോയി തുടർച്ചയായി മറ്റൊരു മത്സരത്തിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ്. അതിമനോഹരം ആവേശകരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗോളായിരുന്നു നമ്മുടെ നോഹ സദോയി ഇന്ന് നേടിയത്. ആദ്യം അജാരിയുടെ ഒരു കിഡിലൻ ഫ്രീ കിക്ക് ഗോളിലൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുന്നിലെത്തിയെങ്കിൽ പോലും നോർത്ത് ഈസ്റ്റ് വിജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ നോഹ സദോയി അസാധ്യമായതിനെ സാധ്യമാക്കാൻ പിറന്നവൻ നോഹ സദോയുടെ കിഡിലൻ, നോഹയുടെ പൊട്ടകം പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ഭുതങ്ങൾ വിളിച്ചറിയിക്കാൻ കൊണ്ടുവന്ന നോഹ സദോയുടെ ആ ഒരു കിടിലൻ ഗോളിന്റെ ബലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില പിടിക്കാൻ കഴിഞ്ഞു. അവസാനം അഷീർ അക്തറിന് ഒരു ചുവപ്പ് കാർഡ് നേടി കൊടുക്കാനും നോഹയുടെ ആ ഒരു കിടിലൻ അപ്വേർഡ് ഡൈവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വളരെ മികച്ച ഒരു പോരാട്ടത്തിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവേ ഗ്രൗണ്ടിൽ സമനിലയുമായിട്ട് തിരിച്ചു വരികയാണ്. രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ നോഹ സദോയുടെ ആ ഒരു ഗോളിന് ശേഷം നിരന്തരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ മുഖം പലതവണ വിറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനിടയ്ക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു തവണ പന്ത് വലയിൽ എത്തിച്ചെങ്കിലും അത് ഓഫ് സൈഡായി പോവുകയായിരുന്നു. ഇതിനിടെ നമ്മുടെ ഐമൻ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. വളരെ ഭാവനാസമ്പന്നമായിട്ടുള്ള ക്രിയേറ്റീവ് നീക്കങ്ങൾ ഐമന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ഒരിക്കലും എടുത്തു പറയാൻ പറ്റില്ല. പക്ഷേ രണ്ട് സുവർണ്ണ അവസരങ്ങൾ ഐമന് തുലച്ചു കളയേണ്ടി വന്നു. പക്ഷേ അതിനകത്ത് ആദ്യത്തേത് തുലച്ചു കളയാണെന്ന് ഞാൻ പറയില്ല. കാരണം സെബാക്കോയുടെ ഒരു അൺഎക്സ്പെക്ടഡ് ടാക്ലിംഗ് ഒരിക്കലും ഐമൻ പ്രതീക്ഷ കാണത്തില്ല. അവിടെ സെബാക്കോയ്ക്കാണ് 100% മാർക്ക് കൊടുക്കേണ്ടത്. കുറച്ച് സേഫ് ഫുട്ബോൾ കളിക്കാനാണ് അവിടെ ഐമൻ നോക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു ഗോൾ കിട്ടാതിരുന്നത്. അല്ലെങ്കിൽ ഐമൻ അത് ഗോളാക്കിയത്. പക്ഷേ രണ്ടാമത്തെ സാഹചര്യത്തിൽ ഐമന് ചെറുതായിട്ട് പിഴച്ചു പോയി. മനഃപൂർവ്വം വരുത്തുന്ന പിഴവുകളൊന്നും അല്ലല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സ് ഏതായാലും ആരാധകർക്ക് വിജയിക്കാൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ഒരു ടീമാണ്. ഒരു ഗോൾ പിന്നിലായതിനു ശേഷം എന്താണ് ഈ സ്പിരിറ്റ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. ഏതായാലും മിഖായൽ സെഹ്റയുടെ കുട്ടികൾ വളരെ മനോഹരമായിട്ടാണ് മിഖായൽ സെഹ്റ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്നത്. അഡ്രിയാനോട് വന്നപ്പം അദ്ദേഹം ചില മിന്നലാട്ടങ്ങൾ നടത്തി. പിന്നെ ഹോർമിപ്പാവിന്റെ മനോഹരമായിട്ടുള്ള നീക്കം ആദ്യം തന്നെ ഗോളിൽ കലാശിക്കുമെന്ന് കരുതിയെങ്കിലും നടന്നില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയ ഗോൾ നേടാൻ കഴിഞ്ഞില്ല എന്ന് ഒഴിച്ചു നിർത്തിയാൽ വളരെ മനോഹരം ആവേശത്തിലും അത്യുജ്വലമായിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ കണ്ടത്. അപ്പം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ എന്താണ് സ്റ്റെഹര ആശാൻ പറയുന്നതെന്ന് കാത്തിരുന്ന് കാണാം.